ദീപാവലിയൊക്കെ വരികയല്ലേ, നമുക്കിന്നൊരു പേട ചെയ്യാം. ഞാൻ 2 തരം പേട ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡബിൾ കളറായിട്ടുള്ള പേടയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ടോൺ മിൽക്കാണ് വേണ്ടത്. 1/2 കപ്പ് പഞ്ചസാര, അല്പം പിങ്ക് കളറ്, ഇത്രയും വേണ്ടൂ. ഏകദേശം ഒരു 30-35 മിനിറ്റ് ആകുമ്പോൾ പാല് ഈ രീതിയിലേക്ക് കുറുകി വരും. ഒന്നുകൂടെ കുറുകിയ ശേഷം നമുക്ക് പഞ്ചസാര ചേർക്കാം. നമുക്കിതിലേക്ക് ഇനി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇനി പാനിൽ നിന്ന് വിട്ടുവരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വന്ന ശേഷം നമുക്കിനി സ്റ്റൗവ് ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയ ശേഷം വീണ്ടും 1 മിനിറ്റ് കൂടെ ആ പാനിലിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടാക്കി ഒന്ന് ഭാഗിക്കാം. അതിലെ ഒരു പോർഷൻ നമുക്ക് മാറ്റാം, ഒരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി ബാക്കിയുള്ളതിലേക്ക് അല്പം പിങ്ക് കളറ് ചേർത്ത് കൊടുക്കാം. റോസ് പിങ്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-2 തുള്ളി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അല്പം ഒന്ന് തണുത്ത ശേഷം നമുക്ക് കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയ ശേഷം ഇതൊന്ന് മയപ്പെടുത്തി എടുക്കാം. ഒന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് മയപ്പെടുത്തിയിട്ട ശേഷം ഒരു ചപ്പാത്തി കല്ലിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുത്ത് ഇതൊന്നിങ്ങനെ പരത്തി എടുക്കാം. അധികം കട്ടി വേണ്ട, ആ രീതിയിലൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ് മതി. 2 വശവും ഒന്ന് നമുക്ക് പൊക്കി എടുത്ത് വയ്ക്കാം. റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ പിങ്ക് കളറൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് അതൊന്ന് റോൾ ചെയ്ത് എടുക്കാം. ചിലപ്പം പുറം പൊട്ടി വന്നാലൊന്നും കുഴപ്പമില്ല, അത് നമ്മൾ പിന്നീട് റോൾ ചെയ്യുമ്പോൾ ഓക്കെ ആവും. ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമുക്കതൊന്ന് റോൾ ചെയ്യാം. അരികുവശമൊക്കെ ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഒരുപാട് ബലം കൊടുക്കാതെ നമുക്കത് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. നല്ലപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മുറിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് അല്പനേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പീസസുകളാക്കി മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ മിൽക്ക് പേട തയ്യാറായി.